സൃഷ്ടികളെ പേടിക്കരുത്. സൃഷ്ടികളെ പേടിക്കുന്ന ഒരാൾക്ക് സ്രഷ്ടാവിനെ പേടിക്കേണ്ടിയില്ല. സൃഷ്ടികൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിച്ചാലോ, അള്ളാഹു മൂത്താവിൽ പിടിക്കാത്ത ഒരു ജീവിയും ഈ ലോകത്തില്ല. ഒന്നുമില്ല. ബിനാസിയത്തിഹി, അതിന്റെ എല്ലാം മൂർത്താവിൽ ആരുടെ കൈയുണ്ട്? അല്ലാഹ്. അപ്പോൾ ഒരു സൃഷ്ടി നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് തഖ്ദീറാണെന്ന് അതിൻ്റെ അർത്ഥം. അള്ളാഹു വിചാരിച്ചാലോ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അള്ളാഹു വിചാരിച്ചാലോ ആരും ചെയ്തില്ലെങ്കിലും ചെയ്യും. ചിലപ്പോൾ ഒരാൾ അടി കിട്ടണം, അടി കൊടുക്കണം, തലവേദനിപ്പിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ വേദനിക്കും. ചിലപ്പോൾ ഒരാൾ അടിക്കും. ചിലപ്പോൾ നീ കുനിഞ്ഞു പോരേണ്ട വാതിലിൽ കുനിയാതെ പോന്നാൽ നേരെ വാതിലിന്റെ മുകളിലെ പടി നിന്റെ നെറ്റിൽ തട്ടു. വേദനിച്ചു. കൊല്ലം ചിലപ്പോൾ ആ തലവേദന മാറൂല. എൻ്റെ ഒരു മനുഷ്യനാ. ഇതൊക്കെ ചിന്തിക്കണം. ഇതിനൊക്കെ അർത്ഥം നമ്മൾ തഖ്ദീർ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പോയിട്ട് ചാടണം എന്നല്ല. അതേ സമയത്ത് തഖ്ദീർ സംഭവിച്ചേ തീരൂ. രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ വഹയില്ലാ തഖഫന സുൽത്താനിൻ, അധികാരമുള്ള ഒരാളെയും നീ ഭയപ്പെടരുത്. മാദാമ സുൽത്താനി ദായിമുൽ ലാ യസൂൽ, എൻ്റെ അധികാരമണ്ഡലം നിലനിൽക്കുന്ന കാലത്തോളം ഒരാളെയും പേടിക്കരുത്. എന്തോ പേടിക്കുക ചെയ്തു, ഒരാളെയും പേടിക്കരുത്. ഒരു അധികാരമുള്ള ഒരാളെയും നീ പേടിക്കരുത്. അധികാരമുള്ള ഒരാളെ നീ പേടിച്ചാൽ നിന്റെ തൗഹീദ് കമിലായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഒരാളെയും പേടിക്കണ്ട. ആരെ നീ പേടിച്ചാൽ? ഉറക്കപ്പറ, ആരെ പേടിച്ചാൽ? അല്ലാഹുവിനെ പേടിച്ചാൽ ഒരാളെ പേടിക്കേണ്ടി വരില്ല. അല്ലാഹുവിനെ പേടിച്ചിട്ടില്ലെങ്കിലോ, അവനെ പേടിച്ചില്ലെങ്കിൽ എല്ലാവരും പേടിക്കേണ്ടി. അവിടേക്കെത്താം. ഒരാളിന്നും പ്രതീക്ഷിക്കും വേണ്ട, ഒരാൾ ചെയ്യുന്നു പ്രതീക്ഷിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? ഒരുപാട് അർത്ഥമുണ്ട്. എന്തൊക്കെ അർത്ഥം? ലാ മുഗീസ ഇല്ലല്ലാഹ്, ലാ നാസിറ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഹഫീള ഇല്ലല്ലാഹ്, ലാ റസാഖ ഇല്ലല്ലാഹ്. ഇതൊക്കെ അർത്ഥം മനസ്സിലായില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് പലർക്കും പറയാൻ കഴിയും, പക്ഷെ ഇത് ഉൾക്കൊണ്ട് പറയണം. അതാണ് യഥാർത്ഥത്തിൽ. നീ പേടിക്കണ്ട, പേടിക്കുന്നു വേണ്ട. എന്റെ അധികാരമണ്ഡലം നിലനിൽക്കുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഒരധികാരമണ്ഡലത്തെയും നീ അകാരണമായി ഭയപ്പെടരുത്. ചിന്തിക്ക്. ഒരധികാരമണ്ഡലത്തെയും അകാരണമായി ഭയപ്പെടരുത്. ഒന്നിനും ഭയപ്പെടരുത്. ചിന്തിക്ക്. ولا تخافن أحدا ولا تخافن ذا سلطان. ഒരധികാരമണ്ഡലത്തെയും നീ ഭയപ്പെടരുത്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഓർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മാദാമ സുൽത്താനി ദായിമുൽ ലാ യസൂൽ, എൻ്റെ അധികാരമണ്ഡലം നിലനിൽക്കുന്നുണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ലാ നാസിറ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വജൂദില്ല. ആർക്കേ ഉള്ളൂ? അല്ലാഹ്. നമ്മൾ റാത്തീബില്ലേ പറയും, നമ്മൾ മൊഹീദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ് ഒക്കെ ചെല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യാഖ്യാനം പറയണമൊക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റോട്ടം ചൊല്ലിയാൽ പിന്നെ ചൊല്ലുക, അല്ലെങ്കിൽ മൂന്നോട്ടം ചൊല്ലും. പിന്നെ പറയും എന്ത്? ലാ മൗജൂദ ഇല്ല, അല്ലാഹു അല്ലാത്ത ഒന്നിനും വജൂദില്ല. ഉള്ളവൻ ആര് മാത്രം? അല്ലാഹ്. പിന്നെ ഞാൻ ഇല്ലേ ഉണ്ടെന്ന് പറയാനില്ല, അതുണ്ടാക്കിയാലുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ എന്ത്? എയർപോർട്ടിലെ ബോർഡ് പറയും മനുഷ്യന്മാര്. നമ്മൾ എയർപോർട്ടിലെ ബോർഡിൽ വന്ന ആളുകൾ. നമുക്ക് മുമ്പ് വേറെ ഫ്ലൈറ്റുകളുണ്ടായിരുന്നു, ഫ്ലൈറ്റ് പോയി. ഇപ്പം നമ്മളെ ഫ്ലൈറ്റിൻ്റെ സമയം. ഇങ്ങോട്ടെടുക്കും. നമ്മൾ റൺവേ എടുക്കണോട് കൂടെ നമ്മളെ പേര് മാഞ്ഞു. അപ്പോഴത്തേന് പുതിയ ആളെ പേര് കയറി. ആണോ അല്ലേ? ഒരു പേടി.
ലാ മൗജൂദ ഇല്ലല്ലാഹ്. പിന്നെ അർത്ഥമുണ്ട് ലാ നാസിറ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തൊരാൾക്കും സഹായിക്കാൻ കഴിയുകയില്ല. പിന്നെ അതിന് വേറെ ആക്കെ കൈ നീട്ടും, നിന്നെനായി കൈ നീട്ടരുത്, നിന്റെ ഹക്കിന് കൈ നീട്ടാം. മറ്റത് അവൻ നിനക്കെത്തിക്കേണ്ട ഹക്ക് അവൻ എത്തിച്ച് തന്നിരിക്കും, ഇല്ലെങ്കിൽ അതുകൊണ്ട് കുടുങ്ങും. മനസ്സിലായോ? അവൻ പറഞ്ഞത് മനസ്സിലായി. നീ എന്തിനു പിടിക്കണം? സമുദ്രത്തിൻ്റെ ഒരു അടിഭാഗമുണ്ട്, ആ അടിഭാഗത്ത് ജീവികളുണ്ട്. ആ ജീവികൾക്കൊന്നും കണ്ണില്ല. എന്തുകൊണ്ട്? സമുദ്രത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ ജീവികളുണ്ട്, ആ ജീവികൾക്ക് കണ്ണില്ല. എന്തുകൊണ്ട്? അവിടെ കണ്ണ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആ ജീവികൾക്ക് അല്ലാഹു കണ്ണു കൊടുത്തില്ല. പക്ഷെ റിസ്ക് കൊടുക്കും. അതിൻ്റെ കൂടെ ഇല്ല, ഒരു ഏരിയ ഉണ്ട്, അത് പോയി ഭയങ്കര പ്രഷറായിരിക്കും അവിടെ. പക്ഷേ ആ ജീവികൾ നിങ്ങൾ സമുദ്രശാസ്ത്രം പഠിക്കി, ഇങ്ങനെ ഓഷ്യാനോളജി പഠിച്ചു നോക്കി, പോയി ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ ജീവികളുണ്ട്, അതിനും അടിയുണ്ട്. ഈ ഏരിയകളിലെ ജീവികൾക്ക് കണ്ണില്ല. എന്തുകൊണ്ട്? കാഴ്ചയില്ല. കാഴ്ചക്ക് അവിടെ കണ്ണുണ്ടായാലും ഒന്നും പറ. ഏതാണ് സൂറത്ത്? അതിന് ശേഷമാണത്, അതിന് മുമ്പ് إذا أخرج يده لم يكد يراها ظلمات بعضها فوق بعض. അന്ധകാരം, അതിന് മുകളിലും അന്ധകാരം, അതിശക്തമായ അന്ധകാരം. في بحر لجي موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. الله نور السماوات مثل نوره كمشكاة فيها مصباح المصباح في زجاجة. 34-ാമത്തെ ആയത്താണ്. മനസ്സിലായില്ല? സൂറത്ത് നൂറിലെ 34-ാമത്തെ ആയത്താണ്. ചിന്തിക്കണം. ഘനാന്ധകാരം, അതിശക്തമായ ഘനാന്ധകാരം. ഘനാന്ധകാരം. ഈ ഘനാന്ധകാരത്തിലെ ജീവികൾക്ക് കണ്ണില്ല, പക്ഷേ റിസ്ക്കുണ്ട്. കാരണം റസാഖാര് മാത്രം. എന്ത് പ്രശ്നമുണ്ട്? എന്തിനു പേടിക്കണത്തിന്? സംഭവിക്കാം? ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കില്ല. ആര് വിചാരിച്ചാലല്ല, അവനല്ലാതെ കർമ്മം ചെയ്യാൻ അല്ലാഹു അല്ലാതെ ഒരാൾക്കും കഴിയുകയില്ല. ഒരു മുഹീദ്ദീൻ ശൈഖുമില്ല, റിഫായി ശൈഖുമില്ല. അവർ സഹായിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ സഹായം മാത്രമാണ്. ഇതല്ലേ ഉറക്കെ പറയല്ലേ? അത് വിശ്വസിക്കാത്തവന് കാഫിർ എന്ന് പറയാം. സുന്നി കാഫിർ എന്ന് പറയാം. അല്ലാഹു കുഫ്റിനോട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഒരു മറ മാത്രം. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി മഹാനല്ലേ? തീർച്ചയായും മഹാനാണ്. പക്ഷേ ഇനി അവർക്ക് ഒരാൾ സഹായിച്ചാൽ, അവർക്ക് മരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്ക്, അർവാഹുകൾക്ക് പ്രത്യേക കഴിവ് കൊടുക്കും. പക്ഷെ അതൊക്കെ ആരുടെ ബേസിലാണ്, ആരുടെ പരിധിയിലാണ്? എല്ലാവരൊന്നുമില്ല. ഒന്നും കഴിയില്ല. لا ناصر إلا الله لا فاعل إلا الله لا رزاق إلا الله لا مغيث إلا الله. ഒന്നുമില്ല. പാറപ്പുറത്ത് മുളച്ചു വന്ന തെങ്ങിന്റെ മുകളിൽ, അതിൻ്റെ ആ തെങ്ങിന്റെ മണ്ടയിൽ മുകൾ ഭാഗത്ത് നല്ല മച്ചിങ്ങയുണ്ടാവും. ആ മച്ചിങ്ങ വളരുമ്പോൾ പിന്നെന്തുണ്ടാവും? ആ മച്ചിങ്ങ വളരുമ്പോൾ മച്ചിങ്ങയുടെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കരിക്കായി മാറും. കരിക്ക് നിറയെ വെള്ളമുണ്ടാവും, ഇളനീർ നിറയെ വെള്ളമുണ്ടാവും, നിറയെ വെള്ളം. ആദ്യം ഉണ്ടായത് തേങ്ങല്ല, ആദ്യം ഉണ്ടായത് വെള്ളം. എന്ന പരിസരത്ത് എവിടെയും വെള്ളമല്ല. ബോർവെല്ലടിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല.
പക്ഷെ തേങ്ങൻ്റെ കരിക്ക് നിറയെ ഇളനീ നിറയെ അവനാണ്. അതവനാണ്. അത് ആര്? മനസ്സിലാണ്ട് പറഞ്ഞു. മനസ്സിലായില്ലേ കുട്ടികളെ? ഇവിടെ വീട് വെച്ച ആളുകൾ വീട് ഒഴിഞ്ഞുപോയി. കാരണം വെള്ളമില്ല. ഏത് സിവിലൈസേഷനും എന്ത് വേണം? വെള്ളം വേണം. ഒരു സിവിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ സിവിലൈസേഷൻ വെള്ളം വേണം. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നദീതട സിവിലൈസേഷൻസ് വന്നത്. മോഹൻജദാരോ, ഹരപ്പതൊക്കെ നദീതട സിവിലൈസേഷൻസ്, സൈന്ധവ സിവിലൈസേഷൻ, പിന്നെയോ നൈൽനട നദീതട സിവിലൈസേഷൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ യൂപ്രട്ടീസ് സിവിലൈസേഷൻ. ഇതൊക്കെ വരുന്നത് വെള്ളത്തെ ആസ്വദിച്ചിട്ടാണ്. മക്കായിൽ ഒരു പുല്ലുമുളക്കാത്ത മണ്ണിൽ കൊണ്ടുപോയി ഒരു ഉമ്മയെയും മോനെയും പാർപ്പിച്ചു സയ്യിദ് ഇബ്രാഹിം. പിന്നെ അവിടെ സിവിലൈസേഷൻ ഉണ്ടാവുകയാണ്. ഈ സിവിലൈസേഷൻ ആദ്യമായി ഉണ്ടായത് വെള്ളം. ആദ്യം ഉണ്ടായത് ആ വെള്ളം ഒന്നും തീർന്നിട്ടില്ല. അതാണ് വെള്ളം. എന്ത്? സംസം. ഒരു സിവിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളം ഉണ്ടാവണം. ഒരു വീട് വെക്കണമെങ്കിൽ വെള്ളം വേണം. ആദ്യം ഉണ്ടാവുക ഒരു പറമ്പ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആദ്യം പരിശോധിക്കുക. പറയേ വെള്ളമുണ്ടോ? വെള്ളം കേടാണെങ്കിൽ പോലും പറമ്പ് വാങ്ങില്ല. ചില പറമ്പ് അങ്ങനെ വിറ്റ് പോകാതെ കിടക്കും. എന്തുകൊണ്ട്? ആരും ഒന്ന് നോക്കിയാലും പറയും അവിടെ വെള്ളമില്ല, വെള്ളം കിട്ടും. എന്താണ് വെള്ളമാണ് പ്രശ്നം. പരിസരത്തെവിടെയും വെള്ളമില്ല. ബോർവെൽ അടിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ കുന്നത്താരും പാർക്കണില്ല. എന്നിട്ട് കുന്നത്ത് തെങ്ങ് വെക്കും, വളപ്പാക്കിയിടും, തെങ്ങ് വെക്കും. എന്നിട്ട് അതിലെന്തുണ്ടാവും? പറയും അവിടെ തെങ്ങ് ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ അവിടെ വീട് വെക്കാതെ തിരിച്ചുപോയ മുതലാളിയും മക്കളും അല്ലെങ്കിൽ ബാപ്പയും മക്കളും പിന്നെ തെങ്ങിന് പണിയെടുക്കാൻ വരും. തെങ്ങിന് പണിയെടുക്കുന്നതിനിടയിൽ അവർക്ക് ദാഹിക്കുമ്പോൾ അവർ കുത്തിച്ചോടിക്കും. എന്ത്? ഇളനീര് നിറച്ച് വെള്ളം. തന്നവനാരാ? അല്ലാഹ് 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 അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. കൊള്ളൂ. ചിലർ യോഗ്യന്മാരായി കാണിക്കും, ചിലർ അയോഗ്യന്മാരായി കാണിക്കും. യോഗ്യന്മാർ അയോഗ്യന്മാരെ കൊല്ലും. എന്നിട്ടോ? യോഗ്യന്മാർ അയോഗ്യന്മാരെ കൊല്ലും. എന്നിട്ടോ? അപ്പോൾ പിന്നെന്തുണ്ടാവുക? യോഗ്യന്മാരും മരിക്കും. യോഗ്യന്മാരെ ഇസ്രായേൽ നേരിട്ട് കൊല്ലും. ഈ കാരംസ് എന്നൊരു കളിയുണ്ട്. ആ കളിയിൽ ഒരു വലിയ സാധനം ഉണ്ടാവും. ആ സാധനം കൊണ്ട് ഇങ്ങനെ മുടിച്ചടിക്കുക. ആദ്യം ചില കുരുകൾ അതിൻ്റെ 4 സ്ഥലത്ത് പാത്രം ഉണ്ടാവും. ആ പാത്രത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു ബൊമ്പൻ ബാക്കിയാവും. അവനെ പെട്ടെന്നൊന്നും ആർക്കും കിട്ടൂല. അവൻ അവിടെയും ഇവിടെയും പോയി വിളിക്കും. എന്നാലും അവനെ അടിച്ചിട്ട് പാത്രത്തിന്റെ അളക്കിലിടും. അപ്പോഴാണ് കളി തീരുക. ദി ലാസ്റ്റ് ഗെയിം, എൻഡ് ഓഫ് ദി ഗെയിം. എൻഡ് ഓഫ് ദി ഗെയിം ആവുമ്പോഴത്തേന് എന്താവും? പറയടോ. നിങ്ങളെന്താ വിചാരിച്ച് എനിക്കിതൊക്കെ അറിയില്ലാന്നോ? ഞാനും ചെറുതായി വലുതായല്ല. കാരംസ് കളിയിലും പാടുണ്ട്, പാടുണ്ട്. ഇതന്നെയാണ് നമ്മളൊക്കെ. ചില ആളുകൾ നേരത്തെ കുഴിച്ചാടും, ചില ആളുകൾ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പ്രമാണമുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ. കൃത്യ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. ഇവിടെ ചതിക്കും എന്ന പദം ആണ് മാറ്റിയാൽ മതി. അള്ളാഹിന് ശിക്ഷ വരും. ഇവിടെ തന്നെ വരും. ഇവിടെ ആരും വിളയും. ഇവിടെ ഒന്നും ഇവിടെ നടക്കൂല്ല. ആരും വിചാരിച്ചാലല്ലാതെ. لا موجود إلا الله لا ناصر إلا الله لا مغيث إلا الله لا حفيظ إلا الله. അല്ലാഹു അല്ലാത്ത ഒരു സംരക്ഷകനും ഇല്ല. അല്ലാഹു അല്ലാത്ത ഒരു സംരക്ഷകനും ഇല്ല. ഒരാളും ഇല്ല. ഒരാളും ഇല്ല. അല്ലാഹു അല്ലാത്ത ഒരു സംരക്ഷകൻ. അല്ലാഹു മാത്രം. നിങ്ങളത് ചിന്തിച്ചില്ലേ? നിങ്ങളെന്താ അത് ചിന്തിക്കാത്തത്? ഒരു വഴിയും ഇല്ല. ഒരു വഴിയില്ല.
ആ ഇളനീരിനുള്ളിൽ നിറയെ ഇളനീരിൻ്റെ മുകൾ ഭാഗം വെട്ടി കുടിച്ച് തന്ത പള്ള നിറച്ച് കുടിച്ച് പിന്നെ മകന് കൊടുത്ത് പിന്നെ അപ്പുറത്ത് തള്ളണ്ടൊക്കെ കുടിച്ച് പിന്നെ അത് വരണ്ടി കുടിച്ച് ഒരൊറ്റ ഇളനീരുണ്ട് എല്ലാവർക്കും മതിയായി. ഇവരാരാ അതെടുത്ത് വെള്ളം കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു അടുത്ത തവണ വേണ്ട, നമുക്ക് ഇളനീരിടാം. അവിടെ വെള്ളം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് പണിയുണ്ടല്ലോ, ലിഫ്റ്റിൽ കയറ്റണ്ടേ, മനസ്സിലായില്ല? ഈ വെള്ളം ലിഫ്റ്റിൽ കയറ്റണല്ലോ. ആ തെങ്ങിന്റെ മണ്ടയൊക്കെ നമ്മൾ ലിഫ്റ്റിൽ വെള്ളം കയറ്റുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവാകും? 10 പൈസല്ല. അത് കുടിച്ചിട്ട് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ മതി. അറിയില്ല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇപ്പുറത്ത് മധുര നാരങ്ങ നട്ടു, ഇപ്പുറത്ത് ആട്ടങ്ങയുമുണ്ടായി. രണ്ടും ഒരു കുഴിയിൽ നിന്ന് വേരിലൂടെ വളർന്നു വന്നു. മധുര നാരങ്ങ വളർന്നത് കഴിക്കുമ്പോൾ അതിൽ അതിമനോഹരമായ അതിൻ്റെ മാംസളമായ ഭാഗങ്ങളിൽ അതിമനോഹരമായ ഏറ്റവും അനുഭവദായകമായ മധുരമുണ്ടായി. നേരെ ഇപ്പുറത്തെ ആട്ടങ്ങയുണ്ട്, വായിക്കാൻ പറ്റൂല കഴിച്ചിട്ട്. രണ്ടൊരു കുഴിയിൽ നിന്നുണ്ടാക്കി. ഒന്നിന് ഏറ്റവും വലിയ കയ്പ് കൊടുത്തതും ഏറ്റവും മധുരം കൊടുത്തതും അവനാണ്. അല്ലാഹ്, വിശ്വാസം വേണം. ഒരു ചുക്ക് നടക്കൂല. ഇന്ത്യയിലെ 128 കോടി ജനങ്ങൾ തീരുമാനിച്ചു റഹ്മത്തുള്ളാഹിനെ ശരിയാക്കണം. നടക്കണ കാര്യമല്ല, അള്ളാഹു തീരുമാനിക്കണം. അള്ളാഹു തിരിച്ചാണ് തീരുമാനിച്ചെങ്കിലോ അള്ളാഹു താല തീരുമാനിച്ചു ഇവനെ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി തീരുമാനിപ്പിക്കാൻ പാടുള്ളൂ എന്ന്. നിങ്ങളൊക്കെ സീസാക്കിയാലും ഞാൻ ഇന്ത്യൻ മന്ത്രിയായിട്ട് അങ്ങനെ ആവുമ്പോൾ മരിച്ചു. അവൻ തീരുമാനിക്കണം. അവനാണ് ഫായിൽ, ഞാനല്ല. അവനാണ് ഫായിൽ. നടക്കുന്ന കാര്യമല്ല, ഒന്നും നടക്കൂല. കൊല്ലാൻ കഴിയൂല. എങ്ങനെ കൊല്ലണോ? അവൻ തീരുമാനിക്കണം. അവൻ തീരുമാനിച്ചു. വേലായുധൻ പാമ്പിന്റെ കൂട്ടിൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എൻ്റെ കുട്ടിക്കാലത്ത് അതേ വേലായുധൻ പാമ്പ് പിടിച്ച് മരിച്ചു. വേലായുധനെ കണ്ട കൂട്ടത്തിലുണ്ട പറയുന്ന കൈയോക്കി ഞാൻ ഒറ്റ കാണണ്ട. വീടോ അരിക്കവിടെയായിരുന്നു. വേലായുധൻ ഒരിക്കലിൻ്റെ ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് വേലായുധൻ്റെ പര്യടനം. വേലായുധനെ ഞാൻ കണ്ടതാ. പാമ്പിൻ്റെ കൂട്ടിൽ, കണ്ണാടി ചില്ലിൽ പാമ്പിൻ്റെ കൂട്ടിൽ വേലായുധൻ നിൽക്കണ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. പിന്നെ അതേ വേലായുധൻ പാമ്പ് പിടിച്ച് മരിച്ചു. ചെറിയ പാമ്പ് പിടിച്ചു. വേലായുധൻ മരിച്ചു. എന്തേ തീരുമാനിച്ചു. വേലായുധനും അതുകൊണ്ട് ഉപജീവനം നടത്തി. പാമ്പുകളും വേലായുധനെ കൊണ്ട് ഒരുപാട് എല്ലാവരുമാരും ഇവരൊക്കെ ആളുകളെ കൂട്ടിക്കൊണ്ടിരും. വേലായുധൻ പാമ്പിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവസാനം അവൻ തീരുമാനം വേലായുധൻ പാമ്പ് പിടിച്ച് മരിക്കണം എന്നാണ്. അങ്ങനെ വെച്ചു. ഒന്നുമില്ല. ഇവിടെ അവൻ തീരുമാനം ഫായിൽ. അവനാണ് ഫായിൽ. അവനല്ലാത്ത ഒരാളും ഫായിലല്ല. അവനല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അവനല്ലാത്ത ഒരു ഫായിലിന്റെ പിന്നാലെ ഓടുന്നത് ഏതുപോലെയാണ്? അവനല്ലാത്ത ഒരു ഫായിലിന്റെ നേരെ ഒരാൾ ഓടുന്നത് ഏതുപോലെയാണ്? എന്നാൽ ഏതുപോലെയാണ്? ഇവിടുന്ന് ഒരാൾ ടോർച്ചടിച്ചു. ആ ടോർച്ചടിച്ചപ്പോൾ ആ ടോർച്ച് നേരെ ഒരുത്തൻ്റെ മേർക്ക് വന്നു, മുഖത്തേക്ക്. അപ്പോൾ അവൻ ആ ലൈറ്റിനെ തല്ലാൻ തുടങ്ങി. ആരെ തല്ല? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇവിടുന്ന് ഒരാൾ ടോർച്ചടിച്ചു, ഒരാളെ മുഖത്ത് കെട്ടി. അപ്പോൾ അവൻ തല്ലാണ്. എന്തിനെ? ലൈറ്റിനെ തല്ലാൻ തുടങ്ങി. എന്താ കാര്യം? ഒന്ന് ലൈറ്റിന് തല്ലു കൊള്ളൂല, രണ്ട് ലൈറ്റിന് തല്ലിച്ചിട്ട് കാര്യമല്ല. ഇതിവിടെ ലൈറ്റ് അടിക്കണ ഒരാളെടുത്ത് ആളെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ വേഗം കൂടി വന്ന് പറയും ദയവായി ലൈറ്റ് അടിക്കല്ലേ. ഇപ്പോൾ ലൈറ്റ് അടി നിർത്തും, അത് പോവുകയും ചെയ്യും. മനസ്സിലായില്ല? ഇവിടെ ലൈറ്റിനൊന്നുമില്ല. ഇവിടെ ഒരു ഫായിലുണ്ട് ബാക്കിൽ, അയാൾ ടോർച്ചും കൊണ്ട് നിൽക്കുക. അയാളെ കർമ്മാണ്. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? മനസ്സിലായില്ല? ഇത്ര പിടിച്ചോ, ഇത്രയേ ഉള്ളൂ. ചേക്കുട്ടി പാപ്പ എന്നുള്ള ഒരു ചെയ്ത്താൻ്റെ ചേക്കുട്ടി, വലിയ ചെയ്ത്താൻ. ചേക്കുട്ടി ചെയ്ത്താനാണ്. പൂക്കുട്ടി അത് ചെയ്ത്താനാണ്. ഒക്കെ ചെയ്ത്താനാണ്. ചേക്കുട്ടി, പൂക്കുട്ടി,
ആലി ശൈത്താൻ, കാസർഗോഡ് ആലി ശൈത്താനാ, മലപ്പുറത്ത് ചേക്കുട്ടിയാണ്. ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഒരു ഭാഗത്ത് മമ്മദാണ്, മറ്റു ഭാഗത്ത് കുഞ്ഞാപ്പയാണ്. രണ്ടു ആളൊന്നാ. മമ്മദും കുഞ്ഞാപ്പയും ആളൊരാളാ. മനസ്സിലായില്ലേ? ഒരു നാട്ടിലോനെ മമ്മദ് വിളിക്കും, ഒരു നാട്ടിലോനെ. മലബാറിലെ തെക്കേ മലബാറിലെ ചേക്കുട്ടിയാണ്, വടക്കേ മലബാറിലെ ആലി. ആലി ചെയ്ത്താന്നാ പറയാം, ഒരു ചേക്കുട്ടിയെന്നാ. എല്ലാം ഒക്കെ ചെയ്ത്താന്മാരാണ്, വലിയ വലിയ പണിയാണ്. ചേക്കുട്ടി വലിയ ചേക്കുട്ടി, ഒരാൾ ചേക്കുട്ടി തലയിൽ കയറി. എന്ത് ചേക്കുട്ടി? ചേക്കുട്ടി കയറി, പൂക്കുട്ടി കയറി. എന്ത് ഇത് ഇത് ഫായിലായ റബ്ബുണ്ടെങ്കിൽ ചേക്കുട്ടിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ഫായിലായ റബ്ബ് തടിയിലുണ്ടെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ ഒരു ചേക്കുട്ടിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു റസൂലിനെ ലബീദ് ഇബ്നു അസ്സം ലഅനത്തുല്ലാഹി അലൈഹി സിഹ്ർ ചെയ്തില്ലേ എന്ന് നമ്മൾ വയന്നു പറയും. എന്നിട്ട് നബിക്കൊന്നും പറ്റിയില്ല എന്ന് നമ്മൾ വയന്നു പറയില്ല. എന്നിട്ട് നബിക്ക് 10 പൈസ ചിലവാക്കേണ്ടി വന്നില്ല എന്ന് നമ്മൾ വയന്നു പറയില്ല. നമ്മൾ സിഹിർ ബാത്തിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, ഇതും ശരിയാ തന്നെയാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. നമ്മൾ വേഗം സിഹിർ പറ്റും. സിഹിർ ഇപ്പോൾ പറ്റിയ സിഹിറാണ്. അള്ളാഹു റസൂൽ വരെ പറ്റിയില്ലേ? തീരുമാനമായി. എന്ത് അതെ? നിനക്ക് സിഹിർ പറ്റി, അള്ളാഹു റസൂൽ പറ്റി. അള്ളാഹു റസൂലിന് ഒന്നും പറ്റിയില്ല. അയ്യോ പഠിക്കൂല, ഒന്നും പറ്റില്ല. ഇത് പറ്റി മുത്ത് മുഹമ്മദ്. അങ്ങനെ സംഭവിക്കാം എന്നതിന് ശറഅ് കാണിക്കേണ്ടതുണ്ട്. എന്നിട്ട് എൻ്റെ അങ്ങനെ റസൂലുള്ള കുറച്ച് പൈസ എടുത്ത് ഒരാളെ പറഞ്ഞാൽ എവിടെയെങ്കിലും വല്ലേ ആളുകൾ ഇത് ഇറക്കണമല്ലുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞിച്ചട്ടിയും ഒരു 3 കോഴിമുട്ടയും ഒരു 3 കരിക്കും സൗദി അറേബ്യയിൽ മദീനത്ത് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കേരളത്തിലേക്ക് നബി കപ്പൽ വിട്ടു. അങ്ങനെ പായക്കപ്പൽ അപ്പോഴത്തേന് 4-5 മാസമായി ഇവിടുന്ന് കരിക്കണ്ടെത്താൻ. അങ്ങനെ കരിക്കോലൊക്കെ വരണ്ടി ഒക്കെ ലെവലായി. എൻ്റെ പുറത്തൊക്കെ കളം വരച്ച് എഴുതിയിട്ട് എല്ലാം ലെവലാക്കി നബിനെ ഒരു 25 വട്ടം അങ്ങനെ ഒഴിഞ്ഞു വാങ്ങിയിട്ട് കൊണ്ട് പൊട്ടിച്ച് കുഴിച്ചിട്ടപ്പോൾ നബിനെ സേർവാത്തിൽ അങ്ങനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു കാര്യം പറയുമ്പോൾ പൂർത്തി പറഞ്ഞു. എന്നോടൊന്നും പറ്റിയില്ല. 10 പൈസ നബിക്ക് ചിലവായില്ല. ആരിറക്കി? അല്ലാഹ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മാധ്യമത്തെ നിശ്ചയിച്ചു. അള്ളാഹ്ക്ക് മാധ്യമം ആവശ്യമായിട്ടല്ല, എന്തിനൊരു മാധ്യമം വേണമല്ലോ. അള്ളാഹു ഒരു മാധ്യമം നിർബന്ധമായിട്ടല്ല, അത് സിജിയത്തും തൊബിയാത്താണ്, പ്രകൃതിയുടെ ഒരു മാധ്യമത്തെ നിശ്ചയിച്ചു. ആ മാധ്യമം ഇന്ന് മരിച്ചിട്ടില്ല. അത് സയ്യിദ് ജിബ്രീലാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. മനസ്സിലായോ പറഞ്ഞത്? ആളോ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് സയ്യിദ്നാ ജിബ്രീൽ. സയ്യിദ്നാ ജിബ്രീൽ പറ്റി എന്ത് പറ്റാൻ? ഇപ്പോൾ വിഷയം നീ മുഖറബീങ്ങളിൽ കൂട്ടപ്പെട്ടതാണ് ആളാകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നീ ആനന്ദത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഖറബാകണം. ഇങ്ങനെ മുഖറബാകുക? ഇന്ന് രാത്രി പോയിട്ട് 40 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കലല്ല മുഖറബാകൽ. അങ്ങനെ വിചാരിക്കണ്ട. തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. നിനക്ക് പണിയുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഉറങ്ങാത്തവർക്ക് എങ്ങനെ തഹജ്ജുദ് ഉണ്ടാവുക? ും ഉറക്കം അതൊന്നുമേ കൂടാതെ 2 കാലം പോറുത്ത് നടന്നോവർ 25 ചുറ്റി നടന്നോവർ ഇരിയന്നേകൽക്കെ തരനിരുന്നോവർ കഅബയെ ചുറ്റുവാർ കുതുബാനോരെല്ലാരും കഅബ തവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ അവണ്ണം നമ്മുടെ റസൂലുള്ള അവരുടെ റൂഹും ആ ബീടെ വരുന്നോവർ. സുബ്ഹാനല്ലാഹ്. ആൺകുട്ടിയാ ഊണും മനസ്സിലായി. കുത്തുബാനിയത്തിൻ്റെ കുത്തുബുൽ അഖ്താബിൻ്റെ പദവിയിലേക്ക് ഉയരുമ്പോൾ എന്തെന്നില്ല, ഒരു കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചില്ല. നമ്മളിപ്പോൾ അവിടേക്ക് ഔലിയപ്പാപ്പ ആകാൻ വേണ്ടിയില്ല അപ്പം തഹജ്ജുദ് നമ്മൾ കൂടിയത്. പുറത്തു പറയണ്ട, പുറത്തു പറയണ്ട. അന്തം വേണം. അന്തം പീടിന്ന് വാങ്ങാൻ കിട്ടൂല. അന്തല്ലാത്തവരെ അന്തം പീടിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് കുറച്ച് ആളുകൾ വിചാരിച്ച്. അന്തം വേണടാ. അന്തം പടച്ചോൻ തരണം. അത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഉപ്പാൻ്റെ ജനനേന്ദ്രിയ കുടിയിലൂടെ പ്രവേശിക്കണം. അതാണ് അന്തം. നുത്തുഫത്തിന് അന്തം വേണം. നുത്തുഫത്തിന് അന്തം വേണം. വളരെ ചിന്തി അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇങ്ങോട്ട് നോക്ക്.
നോക്ക് എന്തുണ്ടായത്? ഖുത്ബാനിയത്തിന്റെ മഖാമിലേക്ക് ഉയരുകയാണ് ഒരാൾ. അപ്പൊ ഒരു കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചില്ല. 40 കൊല്ലം തഹജ്ജുദ് നിസ്കരിക്കാത്തവർ എനിക്കറിയാം. 40 കൊല്ലം അവര് ഉറങ്ങിയില്ല. ഉറങ്ങാത്തവർക്ക് എന്തില്ല? തഹജ്ജുദില്ല. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദായിരുന്നു അബ്ദുൽ ഹലീം മഹ്മൂദ്. ഏകദേശം 6 കൊല്ലത്തോളം അബ്ദുൽ ഹലീം മഹ്മൂദിന്റെ ശിഷ്യനാണ് റഹ്മത്തുള്ളാഹി അലൈഹി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അബ്ദുൽ ഹലീം മഹ്മൂദ് എന്ന മഹാനുണ്ടായിരുന്നു. അവരുടെയും ഉസ്താദായിരുന്നു ഹാഫിള് മുഹമ്മദുൽ മിസ്രി. അൽ ഹാഫിള് മുഹമ്മദുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ കുറിച്ച് അനവധി പണ്ഡിതന്മാർ പറഞ്ഞത് എനിക്കറിയാം. അവർ എന്ത് ചെയ്തു? അവര് സ്വല്ലാ ബിവുളൂഇൽ ഇശാഇ സ്വലാത്ത സുബ്ഹി അക്തറ മിൻ 40 സന. 1978 അവരുടെ വഫാത്ത്. മനസ്സിലായില്ലേ? അബ്ദുൽ ഹലീം മഹ്മൂദിന്റെ ഉസ്താദാണ് ഹാഫിളുൽ മിസ്രി തങ്ങൾ. ഹാഫിളുൽ മിസ്രി തങ്ങൾ 40 കൊല്ലത്തിലേറെ ഇശായുടെ വുളു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ട്. 978 മരിക്കുന്നത്. എൻ്റെ മശായിഖന്മാരിൽ ഒരാളാണ്. ഞാനതിന് അഭിമാനിക്കുന്ന ആളാണ്. എൻ്റെ മശായിഖന്മാരിൽ ഒരാളാണ് ഹാഫിളുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിലേക്ക് ദർജ കൊടുക്കട്ടെ. അവരുടെ ശിഷ്യനാണ് അബ്ദുൽ ഹലീം മഹ്മൂദ്. അബ്ദുൽ ഹലീം മഹ്മൂദ് അന്ന് ഷെയ്ഖുൽ അസ്ഹറാണ്. ഷെയ്ഖുൽ അസ്ഹറായ അബ്ദുൽ ഹലീം മഹ്മൂദിന്റെ ഉസ്താദാണ് ഹാഫിളുൽ മിസ്രി തങ്ങൾ. ഹാഫിളുൽ മിസ്രി തങ്ങളെ കുറിച്ച് അലി ജുമാഅ അടക്കമുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയെ പോലത്തെ മഹാന്മാരെല്ലാം അവർ സ്വലാത്ത സുബ്ഹി ബിവുളൂഇൽ ഇശാഇ അക്തറ മിൻ 40 സന എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നെറ്റിൽ തിരഞ്ഞാൽ അതിന്റെ കഷ്ണങ്ങളൊക്കെ കിട്ടും. ഇപ്പോഴും കിട്ടും. മനസ്സിലായില്ലേ? അലിജുമായുടെ ഉസ്താദാണ് അവർ. മുത്തവല്ലി ഷഅറാവിയുടെ ഉസ്താദാണ്. സയ്യിദ് മുഹമ്മദ് മാലിക്കിയുടെയും ഉസ്താദാണ്. മനസ്സിലായില്ലേ? മക്കയിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നല്ലോ അക്കാലത്ത് ആര്? മുഹമ്മദുൽ മാലിക്കിയുടെയും ഉസ്താദാണ് അവർ. മനസ്സിലായി? മാലിക്കിയുടെ മശായിഖന്മാരുണ്ടുമ്പോൾ ഹാഫിളുൽ മിസ്രി തങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ. അവർ അവർ ജീവിക്കുന്ന കാലത്ത് ലോകത്ത് അവരെ പോലെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും വലിയ മഹാനാ. 40 കൊല്ലം. എൻ്റെ മുസ്നദ് അഹ്മദ് ദർസ് നടത്തും. ഇശാന്റെ ഔറാദുകളും കഴിഞ്ഞാൽ ദർസ് തുടങ്ങും. സുബഹി വരെ ദർസ്. എന്ത് മുസ്നദ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കി മനസ്സിലാവണില്ലേ പറഞ്ഞത്? മുസ്നദ് അഹ്മദ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് എന്ന കിതാബ് ഒരു വലിയ ഹദീത്തിന്റെ പണ്ഡിതനായിരുന്നു. അക്കാലത്ത് അസ്ഹർ ഷരീഫിലെ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് ഹദീത്തിലെ വിഷയത്തിൽ സംശയമുണ്ടായാൽ ഹാഫിളുൽ മിസ്രി തങ്ങളോടാണ് ചോദിക്കുക. ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത്രയും വലിയ പണ്ഡിതനായി. അവര് ഇശാന്റെ ഔറാദ് സുന്നത്തോട് കഴിഞ്ഞാൽ പിന്നെ ദർസ് നടത്തും. എന്ത്? മുസ്നദ് അഹ്മദ്. ഏതുവരെ? ഹത്താ സ്വലാത്തു സുബ്ഹ്, സുബ്ഹ് നിസ്കാരം വരെ. എന്തില്ല? എന്തില്ല? ഉറങ്ങൂല. മനസ്സിലുണ്ട് പറഞ്ഞത്. ഖുത്ബാനിയത്തിന്റെ മഖാമിലെത്തുന്ന ആളുകൾ ഞാൻ പറയുന്നത് എന്താണ് പറയുന്നത്? നീ തഹജ്ജുദ്സ്കരിക്കോ എന്നല്ല വേണ്ടേ? എന്നാ അത് വേണ്ടേ? വേണം. അതിനേക്കാൾ വലിയ പണി ഉണ്ടെങ്കിൽ പിന്നെ തഹജ്ജുദില്ല. നീ നിന്നെ ഏൽപ്പിച്ച പണിയെടുക്കണം. ആർക്ക് വേണ്ടി? ഉറക്കപ്പറ. ആർക്ക് വേണ്ടി? ഇല്ല, മിനല്ലാഹി ഇലല്ലാഹി മഅല്ലാഹ്. നീ അള്ളാഹുവിലേക്ക് പോകണം. അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാവണം. നീ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാവും. ഒറ്റ പേടി പിടിക്കണ്ട, ഒന്നും പിടിക്കണ്ട. അള്ളാഹുവിന്റെ അധികാര മണ്ഡലം നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഒന്നെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്യുന്നതല്ല, അത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ ചെയ്യുന്നതാണ്. അള്ളാഹു പരീക്ഷണമാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. അത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കണം. മനസ്സിലോണ്ട് പറഞ്ഞത്. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. അള്ളാഹു പരീക്ഷണമാണ്. ചിന്തിക്ക്. ഒരു ഭാര്യക്ക് വയസ്സ് 90-ലേറെയുണ്ട്. ഒരു ഭാര്യക്ക് 20-നേക്കാൾ താഴെയുമാണ്. ഈ ഭാര്യയെ 1 മാസം വഴിദൂരമുള്ള അപ്പുറത്ത് താമസിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ആരോട്? ഖലീലുല്ലാഹി ഇബ്രാഹിം. ഒരു ഭാര്യക്ക് 90-ലേറെ വയസ്സ്. ഒരു ഭാര്യക്ക് 20-ന്റെ താഴെയാണ്. 20-ന്റെ താഴെയുള്ള പെണ്ണിനെ മക്കയിൽ താമസിപ്പിക്കുക. അവിടെ മനുഷ്യണ്ടോ? ഇല്ല.
ആരെയും വന്ന് എൻ്റെ ചെയ്താലോ പേടിയില്ല. ഏതെങ്കിലും വഴിപോക്കന്മാർ വന്ന ഒരു പാവപ്പെട്ട അതിസുന്ദരി മിസിരി പെണ്ണ്, അതിസുന്ദരി, 20 വയസ്സിൻ്റെ താഴെ, സെക്യൂരിറ്റി നിർത്തിയോ? സെക്യൂരിറ്റി നിർത്തിയാൽ സെക്യൂരിറ്റി നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ ആവോ? പറയും മനുഷ്യന്മാരെ, മരുഭൂമിയല്ലേ, ഏറ്റവും ചുരുങ്ങിയത് യാത്രക്കാർ വഴിതെറ്റിയെന്നാലോ? വിളിച്ചിട്ട് കാര്യമില്ല, കാരണം അതിൻ്റെ പരിസരത്തിൽ മനുഷ്യ ശബ്ദം പോലും ആരും കേൾക്കില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പെണ്ണുങ്ങളെയും കുട്ടികളെയും സംരക്ഷിക്കണം എന്ന് ദുനിയാവിനോട് വയൽ പറഞ്ഞ അമ്പിയാക്കന്മാരുടെ 2ാമത്തെ നേതാവായ സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ചെറുപ്പക്കാരിയായ അതിസുന്ദരിയായ പെണ്ണിനെ ഈ മനുഷ്യന്മാരില്ലാത്ത ഏത് നേരത്തും യാത്രക്കാർ വഴിതെറ്റി പോകാവുന്ന, കാട്ടാളന്മാർ മേയാവുന്ന, മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്, വേട്ടക്കാർ വരാവുന്ന ഒരു മണ്ണിൽ നിർത്തിയിട്ട് ഈ മനുഷ്യൻ പോയി. എവിടേക്ക് പോയി? 1 മാസത്തെ വഴി ദൂരമുള്ള അകൽച്ചയിലേക്ക് പോയി. ഗൾഫ് പോയപ്പോൾ അയൽ വീട്ടുകാരൻ കുഞ്ഞമ്മതിനോട് പറഞ്ഞു, കുഞ്ഞമ്മ എൻ്റെ പെരി കിടക്കിടക്കൊന്ന് നോക്കണം കേട്ടോ. അത് പറഞ്ഞതുകൊണ്ട് പേച്ചു. കുഞ്ഞമ്മതാണ് നോക്കി. കുഞ്ഞമ്മത് നോക്കിയപ്പോൾ പിന്നെ ഓളെ തിലാക്കല്ലേണ്ടി വന്നു. തിലാക്ക ചെല്ലേണ്ടി വന്നില്ല, ഓൾ കുഞ്ഞമ്മതിനൊപ്പം പോയി. അതെടുക്കലോ എന്ത് കുഞ്ഞമ്മതയെ നോക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? എന്ത് നമ്മുടെ ഓൻ്റെ കൽബിൽ അള്ളല്ല, കുഞ്ഞമ്മതേ ഉള്ളൂ. ചിന്തിക്ക്. മര്യാദക്കൊരു വാതിലില്ലാത്ത വീടുകൾ, മേൽക്കൂരയോ മേൽക്കൂര പൊളിഞ്ഞ ഈ ഓലത്തകിട്, പിന്നെ എന്താ പറയുക, ഓല മടഞ്ഞത്, അതുപോലത്തെ ഒരു ഓല മെണഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ടും 2 മുളവടി ഇങ്ങനെ വെക്കും. അതുകൊണ്ട് വാതിലാക്കും. എന്നിട്ട് ഒരു പെണ്ണ് 10, 20, 25, 26 വയസ്സായ പെണ്ണും ചെറിയ 2 കുട്ടികളോടെ കിടത്തിയിട്ട് മൂപ്പര് കൂപ്പ് പണിക്കും. എന്തേ അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? ഒരാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? അവിടെ ഹഫീർ ആരാണ്? ഇന്ന് എല്ലാവിധ സൗകര്യത്തിലും കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ എൻ്റെ ഭാര്യയും നിർത്തിയിട്ട് പോകും. എന്നാൽ തിരിച്ചു പോളില്ല. എന്തുകൊണ്ട്? അള്ളാഹു അവന് സംരക്ഷകനല്ല. എന്നോട് ഒരാൾ ഒരിക്കലൊരു തമാശ പറഞ്ഞു. എൻ്റെ തൊട്ടടുത്ത ഒരു പീഡിയക്കാരനുണ്ട്. അവൻ പീഡിയക്കാരൻ ഉച്ചക്ക് പൊരേൻ്റെ അവൻ്റെ തൊട്ടടുത്ത് തന്നെ പൊരയൊക്കെ ഉച്ചക്ക് ചോറ് കൊണ്ടുവരിക. ചോറ് മോട്ടർ സൈക്കിൾ കൊടുത്ത് പൊരയെ പോയി ചോറിന്ന് വരില്ല. എൻ്റെ ഷട്ടർ ലേശം ഞാൻ താഴ്ത്തിയിട്ട് ഇവൻ പോയി ചോറിന്ന് വരും. ആ ചോറ് തിന്നാൻ പോണതിൻ്റെ മുമ്പ് ഇവൻ ഞാനും വർത്താനം പറഞ്ഞിരിക്കുന്ന ഇടയിൽ ഇവൻ ഫോൺ എടുത്താണൊന്ന് അടിക്കും പൊരയേക്ക്. എന്നിട്ട് ഓൻ തന്നെ പറയും, അല്ല ഓളെ എവിടെയും പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ഇന്ന് വിളിച്ചതാണ്, നമ്മൾ വെറുതെ പോയിട്ട് ഇനി ഓൾ ആരെങ്കിലും ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ മോട്ടോർ സൈക്കിൾ എണ്ണയും കൂടി ചിലവാക്കണ്ടല്ലോ, ഹോട്ടലിൽ നിന്ന് തിന്നാലോ. ഇതാ കാലം. ചിന്തിക്ക്, ഇതാണ് കാലം. മനസ്സിലായി പറഞ്ഞത്? ചിലപ്പോൾ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ ഭൂമിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഒരു വീടുണ്ടാവില്ല. അങ്ങനത്തെ സംഭവം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടും അങ്ങനെ. എൻ്റെ വീട് ഒരു 2-3 ഏക്കർ ഭൂമിൻ്റെ ഇടയിൽ, അവിടെ വേറെ വീടില്ല, പരിസരത്തും വീടില്ല. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ പാപ്പൻ്റെ ഉമ്മാനാക്കി പോകും. എത്രയോ കാലം ഞങ്ങളൊക്കെ കുട്ടികൾ. എന്നിട്ട് കുട്ടികളായ ഞങ്ങൾക്ക് രാത്രി മൂത്രിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കക്കൂസ് പോകണം. അക്കാലത്ത് വീട്ടിൽ കക്കൂസില്ല. എന്നിട്ട് ഉമ്മ എണീറ്റ്, ഈ ചെറുപ്പക്കാർക്കായ ഉമ്മ എണീറ്റിട്ട് വിളക്കും കൊണ്ട് വന്ന് ഞങ്ങളെ മൂത്രിക്കാൻ ഇരുത്തും. ഞാനും എൻ്റെ പെങ്ങളും 2 പെങ്ങന്മാരും ഞാനും ഞങ്ങൾ ചെറിയ കുട്ടികൾ. ഉമ്മ അത്യാവശ്യ സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരത്തി പെണ്ണ്, എന്നിട്ട് പുറത്തിരുത്തും, മൂത്രിക്കും. ചിലപ്പോൾ കാഷ്ടിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് വിളക്കം കത്തിച്ചിട്ട് നേരെ വളപ്പിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തും. അവിടെ ഇപ്പുറത്ത് ഉമ്മ കാത്തിരിക്കും വെള്ളം കൊണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാലം എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കള്ളനോ മറ്റോ പോകുകയാണെങ്കിൽ അറിയാം അവിടെ ഒരു പെണ്ണുണ്ട്. ഈ വെളിച്ചത്തിൻ്റെ നാർപ്പിൽ ഉമ്മ ഇരിക്കും. എന്നിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല. ആ ഉമ്മാനെ അടുത്തേക്ക് ഒരാൾ മുഖമുയർത്തി നോക്കാതെ നിങ്ങൾ മൂത്തിരത്ത് അന്വേഷിച്ച് നോക്കി, എൻ്റെ ഉമ്മാൻ്റെ മറുപടി പറയാത്ത ഒരാളുണ്ടാവില്ല. റബ്ബിൻ്റെ സഹായത്താൽ മരിച്ചപ്പോൾ ഇനിയിപ്പോൾ അമ്പലം പറയാലോ, എൻ്റെ ഉമ്മാൻ്റെ മറുപടി പറയാത്ത ഒരാളുണ്ടാവില്ല. ഉമ്മാൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അത്രയും നല്ല സ്ത്രീയായിരുന്നു എൻ്റെ ഉമ്മ. നിങ്ങൾ ചിന്തിക്കുക, ഒരാളൊരു മുഖമുയർത്തി ഉമ്മ നോക്കിയില്ല. അമ്മ അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണാണ് എന്നും ചെറുപ്പക്കാർക്കൊന്നും അറിയാത്ത ഒരാൾ ആ കരയിലില്ല. ഒരാളെ ഭാഗത്തേക്ക് ഒന്നും നോക്കിയില്ല. എന്തുകൊണ്ട്? അവരെ സംരക്ഷിക്കും. അല്ലാഹ് വളരെ ചിന്തിക്കുക. പ്രശ്നം എന്താ? പ്രശ്നം നമ്മുടെ കൂടെ ആരില്ല. അല്ലാഹ് നഷ്ടപ്പെട്ടു, എല്ലാം നീട്ടുന്നില്ല. പ്രശ്നം നമ്മുടേതാണ്. എന്നെ സമർപ്പിക്കാം. നിങ്ങൾ ചിന്തിക്കണം, ഇത് വളരെ ഗൗരവമാണ്. എന്താ പ്രശ്നം? പ്രശ്നം അല്ലാഹ് കൂടെ ഇല്ല.
ലാ തഖാഫന്ന ദാ സുൽത്താൻ, ഒരധികാരം കൈവശം വെച്ചവനെ നീ ഒരിക്കലും അക്കാരണമായി ഭയപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതുമില്ല. കാരണം എന്ന് ഞാനൊരു സൗകര്യത്തിന് ഒരു വാക്ക് കയറ്റിക്കൂട്ടിയതാണ്. ഭയപ്പെടേണ്ടതില്ല. മാദാമ സുൽത്താനി മാദാമ സുൽത്താനി ദാഇമൻ, എൻ്റെ സൽത്തനത്ത് നിലനിൽക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, സുൽത്താനില്ല ദാഇമുൻ ലാ യസുലു അബദൻ, ഒരിക്കലും നീങ്ങിപ്പോകാതെ എന്നും നിലനിൽക്കുന്നതാണ് എൻ്റെ അധികാരം. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ചേക്കുട്ടീൻ്റെ അല്ല, പ്രശ്നം നമ്മളതാ. ചേക്കുട്ടി ബാബാൻ്റെ പ്രശ്നമല്ല, ചേക്കുട്ടി ബാബയല്ല പ്രശ്നം, നമ്മളാണ് വലിയ ചേക്കുട്ടി. മനസ്സിലായില്ല? വലിയ ചേക്കുട്ടിയാരാ? വലിയ കുട്ടി നമ്മൾ തന്നെ. മനസ്സിലായില്ല? ചേക്കുട്ടി പാപ്പ ആരന്നെയാ? നമ്മൾ തന്നെ. എനക്ക് അള്ളാഹു ബന്ധമില്ല, ബന്ധമില്ല. അള്ളാഹുമായി എനിക്ക് ബന്ധമില്ല, വിശ്വാസമില്ല. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. ചില കാര്യങ്ങൾ പറയൂല, ചില സ്ഥാനത്ത് നമ്മൾ ഇരുത്തി ചില കാര്യം പറയില്ല. എന്തുകൊണ്ട്? കേൾക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ല, നമ്മൾ പറയണ്ട, നമുക്ക് നഷ്ടമുണ്ടാവും. നമ്മൾ കുത്തുപോകുന്ന പള്ളിയിലെ ഖത്തീബായി നിൽക്കുന്ന നമ്മളെ പള്ളീൻ്റെ പ്രസിഡന്റിന് വലിയൊരു തിന്മയുണ്ട്. ആ തിന്മ നമ്മളവിടെ 8 കൊല്ലം നിന്നു 10 കൊല്ലം നിന്നു, നമ്മൾ പറയില്ല. അപ്പുറപ്പുറമൊക്കെ പറയും, അത് പറയില്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ നമ്മളത് പറയില്ല, അപ്പോൾ അത് പറയില്ല. എന്തുകൊണ്ട്? എങ്ങനെ മൂപ്പർ പ്രതീക്ഷിച്ചപ്പെട്ടാൽ നമ്മൾ പണി പോയാലോ? അങ്ങനെ ഒപ്പിച്ചങ്ങനെ വെക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയും. കാര്യമുണ്ട്. ഇജി പറഞ്ഞു എന്നുള്ളതാണ് കാര്യം, അത് നടന്നു എന്നുള്ളതല്ല. ലിമ തഅളൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദൻ ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് തിന്മ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം സതുപദേശം ചെയ്യാൻ പോയപ്പോൾ വിഭാഗമായൊരു ഇടവിഭാഗം അവർ തിന്മ ചെയ്തില്ല, പക്ഷെ സതുപദേശവും ചെയ്തില്ല. അവർ ഈ സതുപദേശികളോട് ചോദിച്ചു, ലിമ തഅളൂന ഖൗമൻ, ഒരു ജനത്തിനോട് എന്തിനു വേണമെന്ന് പറയുന്നത്? അല്ലാഹു മുഹ്ലികുഹും, അല്ലാഹു അവരെ നശിപ്പിച്ചു, മുഅദ്ദിബുഹും, അല്ലെങ്കിൽ അദാബാക്കിക്കോളും, അദാബൻ ശദീദ. ഖാലു, അപ്പോൾ ഈ സതുപദേശികൾ പറഞ്ഞു, മഅദിറതൻ ഇലാ റബ്ബിക്കും, കോടതി എത്തുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. വലഅല്ലഹും യത്തഖൂൻ, ചിലപ്പോൾ അവർ നന്നാകാനും മതി. നീ നന്നായിട്ടില്ലെങ്കിലും നമ്മളെ പണിയെടുത്തു, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. അവരാരും നന്നാവില്ല, നന്നാണ്ട നമ്മൾ പറയും. അവർ നന്നാവില്ല, നന്നാനല്ല പറയുന്നത്, നമ്മൾ കാര്യം പറയണം. ചിന്തിക്ക്. ആരും നന്നാവില്ല, നന്നാവില്ല എന്നത് ശരി തന്നെ. ഓക്കോട്ടെ, നവണ്ട. നമ്മൾ അവർ നന്നാവില്ല മാത്രമല്ല നമ്മളെ ലക്ഷ്യം നമ്മൾ നന്നാവില്ലാണ്. നമുക്ക് ഉദർ പറയണം അള്ളാഹിനോട്, അള്ളാഹുവേ ഞാൻ എൻ്റെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞത്? റസാഖു, റസാഖ് അല്ലാഹുവാണ്. ലാ റസാഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളും റസാഖാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ 40 ആനകളെ കൊല്ലും. ഒരു സാധാരണ നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ 40 ആനകളെ കൊല്ലും. എന്ത് പറഞ്ഞു പോയോ? എന്ത് പറഞ്ഞേ? ഒരു സാധാരണ നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ 40 ആനകളെ കൊള്ളും. പഠിച്ചു നോക്ക്. അങ്ങനത്തെ കോടാന കോടി നീലത്തിമിംഗലങ്ങളെ കൊണ്ട് സപ്തസാഗരങ്ങളെയും നിറച്ചവനാണ് ആര്? ഒരു നീലത്തിമിംഗലത്തിന് ഭക്ഷണം കൊടുക്കാൻ എത്ര വേണം? അവിടെ ആകട്ടെ ഒന്നുമില്ല. എവിടെ? കടലിൻ്റെ അടിയിൽ ഈത്തപ്പഴമില്ല. പറയും മനുഷ്യന്മാരെ, നെല്ലില്ല. ഗോതമ്പില്ല. മനുഷ്യന്മാരെ, ഒന്നുമില്ല. ബിരിയാണി ഇല്ല. പറയും ഞങ്ങന്മാരെ, അവിടെ ബിരിയാണി ഇല്ല, പൊറാട്ടല്ല, ഒന്നുമില്ല. അവിടെ കാരക്കണ്ടല്ല, ഒന്നുമില്ല. അവിടെ നീലത്തിമിംഗലുണ്ട്. ഒരു നീലത്തിമിംഗലത്തിൻ്റെ വയന് വെള്ളം ഇറക്കണമെങ്കിൽ എത്ര സാധനം വേണം? ചുരുങ്ങിയത് ഒരു ആവറേജ് നീലത്തിമിംഗലത്തിൻ്റെ വയറ്റിൽ അത്യാവശ്യം അതിനൊന്ന് ഇങ്ങനെ നമ്മളുടെ ലാഫ് ചോറ് വെച്ചിട്ട് കഴിച്ചാണ് ഇങ്ങനെ പല്ല് കുത്തുന്ന കൊലത്തിൽ അതിനാകണമെങ്കിൽ അതിന് എത്ര തിന്നണം?
40 ആനന്റെ വലുപ്പത്തിന് അത്ര തിന്നണം. അങ്ങനത്തെ കോടാന കോടി നീലത്തിമിംഗലങ്ങളെ കൊണ്ട് സപ്തസാഗരങ്ങളെയും നിറച്ചവനാണ് ആര്? അവനെ പഠിക്കാത്തത് കൊണ്ട് ഇരുകാലി പ്രശ്നമാണ്. അവനെ പഠിച്ചാൽ ഇരുകാലിനോട് പണിയൊക്കെ പറയണം. എന്തിരുകാലി? അവനെ പഠിക്കാത്തവർ പറയും പ്രശ്നമാണ്, ആകാശം പൊളിഞ്ഞാടാൻ പോകാൻ. ആകാശം പൊളിഞ്ഞാടിയാലെന്ത്? പൊളിഞ്ഞാടും. ആകാശം പൊളിഞ്ഞു ചാടിയാലെന്ത്? പൊളിഞ്ഞാടും. ആകാശം പൊളിഞ്ഞാടുന്നത് നല്ല രസം ഉണ്ടാവും കാണാൻ. ആകാശത്തിന്റെ സൈഡ് പൊളിഞ്ഞാടാൻ അല്ലാഹു തആല തീരുമാനിച്ചാൽ നമ്മളെ ജീവിതകാലത്ത് പൊളിഞ്ഞാടുന്ന നല്ലതാ. കാരണം അതിൽ ഭംഗി ഉണ്ടാവും കാണാൻ, ചൊറുക്കുണ്ടാവും. പൊളിഞ്ഞാട്ട് ടിക്കറ്റ് എടുക്കാതെ കാണാലോ. പൊളിഞ്ഞാട്ടിടോ മുഷ്കില. ഇവിടെ ആരുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്കി നോക്കി നീ അള്ളാനെ ഭയപ്പെടാ. ഈ ലോകത്തൊന്നും സംഭവിക്കൂല. ആര് വിചാരിച്ചതല്ലാതെ എൻ്റെ വല്യമ്മ പറഞ്ഞൊരു കട്ടുണ്ട്. എൻ്റെ വല്യമ്മക്കടെ ഇവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ചിലപ്പോൾ വല്യമ്മാൻ്റെ വല്യമ്മ പറഞ്ഞു കൊടുത്തതോ, അവർക്ക് അവരുടെ വല്യമ്മ പറഞ്ഞു കൊടുത്തോ. അങ്ങനെ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ വല്യമ്മമാരായിട്ട് കുട്ടികൾക്ക് പകർന്നിരുന്ന കഥയാകാം. എൻ്റെ വല്യമ്മ എനിക്ക് പറഞ്ഞൊരു കഥയുണ്ട്. ഒരാളെ പാമ്പ് കടിച്ച് മരിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. അങ്ങനെ അയാളോട് ഏതോ ഔലിയാപ്പാപ്പ കണ്ടപ്പോൾ പറഞ്ഞു, നീ എന്നെ പാമ്പ് പിടിച്ചാണ് മരിക്കുക. അതോടുകൂടെ അയാൾ ഒരു പെട്ടിണ്ടാക്കി. എന്താ പെട്ടിനുള്ളിരുന്നു, ഇനി പാമ്പ് പിടിക്കാൻ മരിക്കാൻ പാടില്ല. പെട്ടിയിലേക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ കഴിഞ്ഞോടും. പെട്ടിൻ്റെ ഉള്ളിലിരിക്കുക. അങ്ങനെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ പെട്ടിൻ്റെ ഉള്ളിൽ പാർക്കുന്നതിനിടയിൽ അവനൊരു താല്പര്യം തോന്നി, ഒരു പാമ്പിനെ വരച്ചാലോ. അങ്ങനെ എൻ്റെ വല്യമ്മ പറഞ്ഞ കഥ, വല്യമ്മക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അങ്ങനെ ഇവൻ എന്ത് ചെയ്ത് എൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്ത് വരച്ച്? ഒരു പാമ്പിനെ വരച്ച്. അപ്പോൾ അല്ലാഹു തആല വരയായി കിടക്കുന്ന പാമ്പിന് ജീവൻ കൊടുത്ത് പൊട്ടി. ഇതിൻ്റെ വല്യമ്മ പറഞ്ഞ കഥയാ. വല്യമ്മക്ക് എവിടെ നിന്ന് കിട്ടിയെന്നല്ല എന്നോട് ചോദിക്കരുത്. പക്ഷേ ഇതിന് അർത്ഥമുണ്ട്. ഇതിന് സമാനമായ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? പാമ്പ് കടിച്ച് മരിക്കേണ്ടവൻ പാമ്പ് കടിച്ച് തന്നെ മരിക്കും. മനസ്സിലായോ? ലോകം കണ്ട വില്ലാളി വീരൻ പായി കിടന്ന് മരിക്കുമ്പോൾ കരിയ. ലോകം കണ്ട വില്ലാളി വീരൻ വമാഫി ജസദിഹി മൗദിഉൻ ഇല്ലാ ഫീഹി തഅനത്തുൻ മിൻ റൂഹിൻ റുംഹിൻ ഔ ദർബത്തുൻ മിൻ സൈഫിൻ. ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരൻ മരിക്കുക. ഒരവയവത്തിൽ, മസ്തൂറത്തായ അവയവത്തിൽ പോലും വാളിൻ്റെ വെട്ടോ കുന്തത്തിൻ്റെ കുത്തോ കിട്ടാത്തൊരു സ്ഥലം ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇല്ല. എന്നിട്ട് പായി കിടന്ന് മരിക്കുക. ഇപ്പം കരിയ. മനസ്സിലായില്ല? അല്ലാഹുവേ നീ എന്നെ ഷഹീദായി മരിപ്പിച്ചില്ലല്ലോ. നീ എന്നെ ഷഹീദായി മരിപ്പിച്ചില്ലല്ലോ. ഞാൻ മരണവേദനയിലാണ്. അല്ലാഹുവേ ഷഹീദായി മരിക്കാൻ കൊതിയാണ്. നീ എന്നെ ഷഹീദായി മരിപ്പിച്ചില്ലല്ലോ. കരയ. ലോകം കണ്ട വില്ലാളി വീരൻ ഈ മനുഷ്യൻ ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോഴത്തിന് മരിച്ചു വീഴുന്ന ഷഹീദുകളെ കൂട്ടി ശുശ്രൂഷിച്ച് ആ ഷഹീദിനെ ജനാസ മറവ് ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആരാണ് ഈ വില്ലാളി വീരൻ? സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഒന്നുകൂടി പറയണം, അതിന് മാത്രമുണ്ട്. ആ ആൺകുട്ടിയോട് കടപ്പെടാത്ത ഒരു നന്മയും ഇന്ന് ഈ ലോകത്തില്ല. അതാണ് ആൺകുട്ടി. ഈ ലോകത്തെ ഏറ്റവും വലിയ ആൺകുട്ടികളിൽ ഒരാളായിരുന്നു സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ പൊന്നു മോനെ, അത്രയും വലിയ ആൺകുട്ടിയാണ്. ഈ ലോകം ഇന്ന് ഈ നന്മയിൽ നിലനിൽക്കാൻ ഒരു കാരണക്കാരൻ ഖാലിദ് ബിൻ വലീദാണ് റളിയല്ലാഹു അൻഹു. ഒരേ കിടന്ന് മരിക്കുക. എന്ത് അവസ്ഥ എന്താ? മനസ്സിലായില്ലേ? അനബുദ്ധി. എത്രത്തോളം ഈ മനുഷ്യന്റെ യുദ്ധപാഠവും കൊണ്ടാണ് ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടിയത്. അന്ന് ശത്രുപക്ഷത്താണ്. മനസ്സിൽ തന്ത്രം. ആരുടെ തന്ത്രം? ഖാലിദ് റളിയല്ലാഹു അൻഹു. ഭയങ്കര യുദ്ധതന്ത്രമാണ്. ഉഹുദിൽ ജയിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട പിന്നീട് വിഷമിച്ചു. ആരുടെ യുദ്ധതന്ത്രം? ഖാലിദ് ബിൻ വലീദ്. അവർക്ക് പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. പിന്നെ ഇസ്ലാമിൽ വന്നു സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ്. പിന്നെ ഒരു മുന്നേറ്റം. മനസ്സിലായില്ലേ? ആൺകുട്ടിയാ.
എന്നിട്ട് പോയ കിടന്ന് മരിക്കുക. പുരയിൽ എല്ലാം കഴിഞ്ഞ് പുരയിൽ വന്നിട്ട് എല്ലാം കഴിഞ്ഞ് പുര കിടന്ന് മരിക്കുമ്പോൾ കരയുക. പഠിച്ചോനെ, ചെയ്തായി മരിച്ചില്ലല്ലോ. എന്തായി മനുഷ്യൻ്റെ അവസ്ഥ? പറേ, കുന്തം കൊണ്ട് കുത്തോ വാളുകൊണ്ട് വെട്ടോ കിട്ടാത്ത ഒരു സ്ഥലം സ്വന്തം ശരീരത്തിൽ പറ എന്നൊരു ഷഹീദായി മരിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ഖാലിദ് പുരയെ കിടന്ന് മരിക്കണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഖാലിദ് തീരുമാനിച്ചിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. അവൻ ജീവിപ്പിക്കും. മനസ്സിലായില്ലേ? പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. ആരെയല്ലാതെ അല്ലാഹ്. അവനല്ലാതെ ഒരാളും ഫായിലല്ല, അവനല്ലാതെ ഒരു കഴിവില്ല. മാദാമ സുൽത്താനി ദാഇമൻ യസൂൽ ലാ യസൂൽ, എൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലത്തോളം നീ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. അതുകൊണ്ട് പേടിക്കണ്ട. അല്ലാഹ് അല്ലാഹ് അല്ലാഹു. മനസ്സ് തുറന്ന് ആമീൻ, മനസ്സ് തുറന്ന് വായി തുറന്ന് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله. الفاتحة.